ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ഹോമിയോപ്പതി മെഡിക്കൽ കോളേജുകളിൽ ഒന്നായ ഡോക്ടർ പടിയാർ മെമ്മോറിയൽ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിനെ കുറിച്ചാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഹോമിയോപ്പതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായും കേരളത്തിലെ ഹോമിയോപ്പതി രംഗത്തെ വളർച്ചയ്ക്ക് വലിയ സംഭാവന ചെയ്ത സ്ഥാപനവുമാണ് ഇത്. കൂടാതെ സൗജന്യ ചികിത്സയും. മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ കുറഞ്ഞ റേറ്റിലാണ് എല്ലാ ചികിത്സയും ലഭ്യമാകുന്നത്. പലതും സൗജന്യമാണെന്ന് തന്നെ പറയാം. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര മുലന്തുരുത്തി റോഡിൽ പ്രശസ്തമായ ചോറ്റാനിക്കര അമ്മ ക്ഷേത്രത്തിന് സമീപം മനോഹരമായ ഒരു മലമുകളിലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ശാന്തമായ പരിസരവും പ്രകൃതി സൗന്ദര്യവും പഠനത്തിനും ചികിത്സയ്ക്കും അനുയോജ്യമായ അന്തരീക്ഷവുമാണ് ഇവിടെ ലഭിക്കുന്നത്. ഇവിടുത്തെ പ്രധാന ചികിത്സാ വിഭാഗങ്ങൾ ഡയബറ്റോളജി, അതായത് പ്രമേഹ ചികിത്സ, തൈറോയിഡ് കെയർ, ഡി അഡിക്ഷൻ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് OP, ലഹരി വിമുക്തിയും മാനസികാരോഗ്യവും, അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, ജീവിതശൈലി രോഗങ്ങൾ, അതുപോലെ പോസ്റ്റ് കോവിഡ് OP, യോഗ, ഫാർമസി, ECG, ക്യാൻറ്റീൻ എല്ലാം ഇവിടെ ഉണ്ട്. കൂടാതെ ജനറൽ മെഡിസിൻ, ശിശുരോഗ ചികിത്സ, സർജിക്കൽ ഡിസീസസ്, ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതാ ചികിത്സ, ഡെർമറ്റോളജി, സ്കിന്നിന് സംബന്ധമായ അസുഖങ്ങൾക്ക്, അതുപോലെ ഹെയർ ലോസ് അതിൻ്റേതായ പ്രശ്നങ്ങൾ, ഗൈനക്കോളജി, ഓങ്കോളജി, ഡയറ്റീഷ്യൻ, CT MRI സ്കാനുകൾ, കൂടാതെ ദന്തൽ വിഭാഗം, അതായത് പല്ലിൻ്റെ പ്രശ്നങ്ങൾ, പല്ലിൽ കമ്പിയിടൽ തുടങ്ങിയ പല്ലിൻ്റെ ക്ലീനിങ്, അങ്ങനെ എല്ലാ തരം വിഭാഗങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു. ഇതുകൂടാതെ തന്നെ ഇവിടെ 100-ലധികം കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങളുമുണ്ട്. ഫിസിയോതെറാപ്പി മുതൽ അങ്ങനെ എല്ലാ ചികിത്സകളും ഇവിടെ ലഭ്യമാണ്. ആസ്മ, അലർജി, അതുപോലെ തന്നെ മൈഗ്രെയിൻ എന്നീ പ്രശ്നങ്ങൾക്കും ഇവിടെ റൂട്ട് അനുസരിച്ച് അതിൻ്റെ ചികിത്സ ലഭ്യമാണ്. അതുപോലെ തന്നെ ഡിപ്രഷൻ അല്ലെങ്കിൽ വിവിധ തരം മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ടും കൂടാതെ കൗൺസിലിങ്ങും ഇവിടെ ലഭ്യമാണ്. അതായത് ഈ ഹോസ്പിറ്റലിൽ സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് പ്രവർത്തിച്ചു വരുന്നു. സ്കിൻ ആൻഡ് അലർജി ക്ലിനിക്, വുമൺ ഹെൽത്ത് ക്ലിനിക്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ക്ലിനിക്, പെയിൻ മാനേജ്മെൻറ്റ് ക്ലിനിക്, ചൈൽഡ് കെയർ ക്ലിനിക്. ഇവിടെയുള്ള ചികിത്സ ഹോമിയോപ്പതിയുടെ സമഗ്ര ചികിത്സാ രീതിയാണ്. രോഗലക്ഷണങ്ങൾ മാത്രം അല്ല, രോഗിയുടെ മുഴുവൻ ആരോഗ്യാവസ്ഥ കൂടി പരിശോധിച്ച് മരുന്ന് നൽകുന്നു. മരുന്നുകൾ രോഗിയുടെ ശരീരത്തിനും മനസ്സിലും സുസ്ഥിരമായ മാറ്റം കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നു. ഇനി നമുക്ക് OP രജിസ്ട്രേഷനെ കുറിച്ച് നോക്കാം. OP രജിസ്ട്രേഷൻ സമയം രാവിലെ 8 മുതൽ 12:30 വരെ, ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ 6:30 വരെ. 200 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പിന്നീട് ഓരോ 30 ദിവസം കഴിയും, 30 ദിവസം വരെയുള്ള ചികിത്സയ്ക്ക് പണമൊന്നും അടയ്ക്കേണ്ടതില്ല. വീണ്ടും 30 ദിവസം കഴിയുമ്പോൾ 150 രൂപ നമ്മൾ വീണ്ടും നൽകേണ്ടതാണ്. ഒരുപാട് പേരുടെ എക്സ്പീരിയൻസിൽ അവർക്കിവിടെ പോയി നല്ല രോഗശാന്തി ലഭിച്ചിട്ട് ഉണ്ട് എന്ന് തന്നെയാണ്. അതും കുറഞ്ഞ ചിലവിലാണ്. മിക്കപ്പോഴും സൗജന്യ ചികിത്സ തന്നെ അവർക്ക് ലഭിച്ചിട്ടുമുണ്ട്. ആ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. 100 വർഷത്തെ പാരമ്പര്യവും പരിചയസമ്പന്നരായ ഡോക്ടർമാരും സൗജന്യവും കുറഞ്ഞ ചിലവിലുള്ള സേവനങ്ങളും ഇവയാണ് ആളുകളെ വീണ്ടും വീണ്ടും ഇവിടെ എത്തിക്കുന്നത്. ചികിത്സ തേടുന്നവർക്ക് കേരളത്തിലെ ഏറ്റവും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഇതൊക്കെയാണ് ഡോക്ടർ പടിയാർ മെമ്മോറിയൽ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിനെ കുറിച്ച് പറയാനുള്ളത്. ചികിത്സയും കരുതലും ഒരുമിച്ചുള്ള ഒരു ആരോഗ്യ കേന്ദ്രം തന്നെയാണിത്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഹോമിയോപ്പതി ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഒരിക്കൽ ഇവിടെ എത്തി സേവനം അനുഭവിക്കാം. ഇവിടെ ഞാനതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കാം. അപ്പോൾ ആർക്കാണോ ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്കതിൽ വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ നമുക്ക് എന്ന് വേണേലും അവിടെ ചെല്ലാവുന്നതാണ്. മുൻകൂട്ടിയുള്ള ബുക്കിംഗ് ഒന്നും ആവശ്യമില്ല. ഒരുപാട് പേർക്ക് ഈ ഹോസ്പിറ്റൽ കാരണം അവരുടെ ആരോഗ്യം പൂർവ്വസ്ഥിതിയിലേക്ക് എത്താനും അവരുടെ വേദനകൾക്കും ഒക്കെ ശമനം ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ടെന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് കേട്ടപ്പോൾ നിങ്ങളടുത്തും ആർക്കെങ്കിലും ഉപകാരമാവെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു.